നിങ്ങളുടെ മേഖലയിൽ ബെസ്റ്റ് ആകാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മൈറൻ ഗോൾഡന്റെ വളരെ ഇൻസ്പയറിംഗ് ആയ ടോക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നു, അൾട്ടിമേറ്റ് ആയ സക്സസിന്റെ ഫോർമുലയാണ് ബി, ഡു ആൻഡ് ഹാവ്. സ്വയം നിർബന്ധമായും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ പ്രാപ്തമായ പ്രവൃത്തി ചെയ്യുന്നതിന് യോഗ്യമായ ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ? Have I become the person who can do the things so that I can have the stuff? ആ ഒരു വ്യക്തി ആകാത്തത് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണോ ഞാനെന്ന് സ്വയം ചോദിക്കാം. നിങ്ങൾ ആ വ്യക്തിയാകുമ്പോൾ അതിന് യോഗ്യമായ കാര്യങ്ങൾ സ്വാഭാവികമായി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫലം കാണിക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ശ്രമിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണെന്ന് മൈറൻ ഗോൾഡൻ പറയുന്നു. കാരണം നിങ്ങളുടെ തന്നെ ബെസ്റ്റ് വേർഷൻ ആകുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫലപ്രദമായി ചെയ്യുവാനും അങ്ങനെ ഏറ്റവും മികച്ച സേവനം ലോകത്തിന് നൽകുവാനും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റായ കാര്യങ്ങൾ നേടുന്നതിനുമുള്ള വഴിയെന്ന് അദ്ദേഹം പറയുന്നു. ഒരാൾക്ക് അധികം വേണമെങ്കിൽ മറ്റേയാൾ കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്ന തിയറി തെറ്റാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. For me to have more, you have to have less. ഇതിനർത്ഥം പല ആളുകൾക്കും ഇല്ലായ്മ, ലാക്ക് അനുഭവിക്കുന്നത് മറ്റുള്ള പലരും സമൃദ്ധി അനുഭവിക്കുന്നത് കൊണ്ടാണത്രേ. ഇത് ഇന്നാക്യുറേറ്റും നുണയുമാണെന്ന് അദ്ദേഹം പറയുന്നു. നമ്മളായിരിക്കുന്നത് ഒരു പൂന്തോട്ടത്തിലാണ്. ഇവിടെ ഉപഭോഗം, കൺസംഷൻ അവസരങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഉദാഹരണത്തിന്, ഞാനൊരു ആപ്പിൾ കഴിച്ചാൽ ഞാൻ അതിൻ്റെ വിത്തുകൾ പുറത്തേക്ക് കളയുന്നു. ഇതിന് 4-5 മരങ്ങളായി വളരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ കഴിക്കുന്ന ഒരു ആപ്പിൾ മൂലം 5-6 വൃക്ഷങ്ങൾ വളരാൻ കാരണമാകുന്നു. അങ്ങനെ എൻ്റെ കൺസംഷൻ പ്രൊഡക്ഷനിലേക്കുള്ള സാധ്യതകൾ തുറക്കുന്നു. ഒരു ഫ്രൂട്ടിൻ്റെ, പഴത്തിൻ്റെ ഉള്ളിൽ വിത്തുകളുണ്ട്. ഈ വിത്തുകൾ മരങ്ങളല്ല, മരങ്ങളായി വളരാൻ പൊട്ടൻഷ്യൽ ഉള്ളവയാണ്, സാധ്യതയുള്ളവയാണ്. അങ്ങനെ അതിൻ്റെ പോലെ ഉള്ളവയെയും അതിനേക്കാൾ കൂടുതലും ഉണ്ടാക്കുവാനുള്ള സാധ്യത ഈ ഫ്രൂട്ടിനകത്ത് തന്നെയുണ്ട്. ബൈബിളിൽ ദൈവം പറയുന്നുണ്ട്, ബി ഫ്രൂട്ട്ഫുൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച വിത്തുകൾക്കനുസൃതമായി പുറമേ ഫലം പുറപ്പെടുവിക്കണമെന്ന്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അങ്ങനെ സ്പെഷ്യലായ കാര്യങ്ങൾ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ക്രിയാത്മകതയുടെ ഒരംശം. എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ഈ അംശത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാനും ഈ നല്ല കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയുമാണ്. ഈ ലെൻസിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിച്ചാൽ പല കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ മിക്കവാറും ആളുകൾ ബി, ഡു, ഹാവ് എന്ന പ്രിൻസിപ്പിളിലെ ഹാവിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അതിനായി അധ്വാനിക്കുന്നവരാണ്. അതുപോലെ മറ്റൊരാൾ ഒരു കാര്യം ചെയ്യുന്നതും അതുവഴി പല നേട്ടങ്ങളും ഉണ്ടാക്കുന്നതും കാണുമ്പോൾ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനായി ആ വ്യക്തി ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അതുപോലെയുള്ള റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല. കാരണം ആ വ്യക്തിയിൽ ദൈവം നിക്ഷേപിച്ച ക്രിയാത്മകതയുടെ ആ ഒരു അംശം നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടവയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കഴിവുകളെ മികച്ചതായി കാണുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കഴിവുകളെ ചെറുതായും കാണുന്നു. മറ്റേ വ്യക്തിയുടെ പോലെ പാടാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, അയാളുടെ പോലെ സംസാരിക്കാൻ, ബിസിനസ് ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാകുമായിരുന്നു എന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ നിധിയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച നിധിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായി ഉണ്ടായ പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മൾ മറ്റുള്ളവരെ, പുറത്തുള്ള കാര്യങ്ങളെ ആശ്രയിക്കുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെ ഉത്തരമിരിക്കെ. നമ്മൾ പലപ്പോഴും ആവർത്തിക്കുന്ന വാക്യമുണ്ട്, എൻ്റെ അടുത്ത് ഒന്നുമില്ല ഇതൊഴികെ. മറ്റൊരു സമാനമായ വാക്യമാണ്, എനിക്ക് ആകെ അറിയാവുന്നത് ഇതാണ്. ഇതൊഴികെ എന്ന വാക്കിന് ശേഷം വരുന്നത് ഏതൊരു കാര്യമാണോ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ മോശമാണെന്ന് നിങ്ങൾ കരുതുന്ന കാര്യത്തിൽ ദൈവം നിങ്ങളെ മോശമാക്കിയത് സത്യത്തിൽ നിങ്ങൾ നല്ലതല്ലാത്ത ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതിരിക്കാനാണ്. മൈറൻ ഗോൾഡൻ ചെറുപ്പകാലത്തിൽ തനിക്ക് പോളിയോ വന്ന് അത് തൻ്റെ ഇടതുകാലിനെ ബാധിച്ചത് തനിക്ക് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മികച്ച കാര്യമായി ഇപ്പോൾ കരുതുന്നു. ചെറുപ്പത്തിൽ മറ്റു കുട്ടികളുടെ പോലെ ഓടാൻ സാധിക്കുന്നില്ല എന്ന വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം ആ ഒരു കാര്യത്തെ തിരിച്ചറിഞ്ഞു.
തൻ്റെ ശരീരത്തിൻ്റെ വേഗത കുറച്ചത് തൻ്റെ മനസ്സിൻ്റെ വേഗത കൂട്ടാനായിരുന്നുവെന്ന്. മറ്റൊരു മികച്ച കാര്യം കോമ്പറ്റീഷൻ എന്ന ഒന്നില്ല എന്നതാണ്. മത്സരം എന്നത് ഒരു മേഖലയിലും എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. കാരണം യു ആർ ദ വൺ ആൻഡ് ഓൺലി. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അസൈൻമെന്റ്, ദൗത്യം പൂർത്തിയാക്കാൻ പ്രാപ്തമായ ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചറിയാം, നമ്മുടെ ഉള്ളിലെല്ലാം ഒരു നിധി നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മറ്റൊരാൾക്ക് നൽകപ്പെട്ടതല്ല. അതുകൊണ്ട് അവിടെ കോമ്പറ്റീഷനും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യേണ്ടതുമില്ല. എനിക്കുള്ള ദൗത്യമല്ല മറ്റൊരാൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ സെലിബ്രേറ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് നിങ്ങളെയും. മറ്റുള്ളവരോട് അസൂയ തോന്നേണ്ട കാര്യവുമില്ല. എനിക്ക് ആകെയുള്ളത് ഒരേ ഒരു അസൈൻമെൻ്റാണ്. ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈസെൽഫ്. എൻ്റെ തന്നെ മികച്ച വേർഷനായി മാറുക എന്നത് എൻ്റെ ദൗത്യം പൂർത്തിയാക്കേണ്ടതിന്. അതുകൊണ്ട് ഈ ഗെയിമിൽ ജയിക്കാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഗെറ്റ് ഇൻ ദ ഗെയിം ആൻഡ് പ്ലേ ദ ഗെയിം. മൈറൻ ഗോൾഡൻ പറയുന്നു, ജീവിതത്തിൽ വിജയിച്ചു എന്ന് കരുതുന്ന വ്യക്തികളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നത് അവർ തങ്ങളുടെ ഐഡന്റിറ്റിയെ ഓൺ ചെയ്തു സ്വന്തമായി കരുതി എന്നതാണ്. നമ്മളെപ്പോഴും പെരുമാറുന്നത് നമ്മൾ ആരാണെന്ന് നമ്മൾ കരുതുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എവിടെ നിന്ന് നമ്മുടെ ഐഡന്റിറ്റിയെ സ്വീകരിക്കുന്നു എന്നതിൽ നമ്മൾ ഹൈപ്പർ ഇൻറ്റൻഷണൽ ആയിരിക്കണം. മറ്റുള്ളവർ നിങ്ങളല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും, ഉദാഹരണമായി നിങ്ങൾ സ്മാർട്ടല്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല എന്നിവയിൽ നിന്ന് നിങ്ങളുടെ ഐഡന്റിറ്റിയെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം. എന്നാൽ ഇവയെല്ലാം അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് അവർക്ക് സ്വയം അവരെ തന്നെ കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അവരുടെ സ്വന്തം ഇൻസെക്യൂരിറ്റി മറികടക്കാനായി മറ്റുള്ളവരെ ചെറുതാക്കി സ്വയം വലുതാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ പലപ്പോഴും ഫേക്കായ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നു, നമ്മൾ ബെറ്റർ ആണെന്ന് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യുന്നതിനായി. എന്നാൽ നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി നമുക്ക് ലഭിക്കുന്നത് അൾട്ടിമേറ്റ് ഐഡന്റിറ്റിയിൽ നിന്നാണ്, ദൈവത്തിൽ നിന്ന്, ഐ ആമിൽ നിന്നാണ്. അതുകൊണ്ട് ഐ ആമിന് ശേഷം നമ്മൾ നമ്മളെ തന്നെ വിശേഷിപ്പിക്കാൻ ചേർക്കുന്ന വാക്കുകൾ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് മറ്റാരെക്കാളും ബെറ്റർ ആകാൻ ശ്രമിക്കേണ്ട. നമ്മൾ എങ്ങനെയാണോ അതുപോലെ അംഗീകരിക്കുക. ബി യുവർ സെൽഫ് ആൻഡ് ബി ഓക്കെ വിത്ത് ഇറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ ഇൻപുട്ടിൽ മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കണം. ബി ഡു ഹാവ് എന്ന സക്സസ് ഫോർമുലയിൽ ബി ആൻഡ് ഡൂവിൽ ഇൻപുട്ട് എന്നത് ബിയും ഔട്ട്പുട്ട് ഡൂവുമാണ്. ബിയിൽ, അതായത് ഐഡന്റിറ്റിയിൽ മാറ്റം കൊണ്ടുവരാം. അതായത് നിങ്ങളുടെ തന്നെ ബെസ്റ്റ് വേർഷനിലേക്ക് മാറാൻ ശ്രമിക്കാം. കാരണം നമ്മൾ എന്തായിരിക്കുന്നുവോ അതിനേക്കാൾ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി ഡു എന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. ഇത് ഹാവിന്, നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഇൻപുട്ടായി വർത്തിക്കുന്നു. എല്ലാത്തിൻ്റെയും തുടക്കം എന്നത് ബിയിലാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് നൽകിയ ഐഡന്റിറ്റിയും ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഐഡന്റിറ്റിയും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് നികത്താൻ ചെയ്യേണ്ട കാര്യം ഇൻറ്റൻഷനൽ ആയിരിക്കുക എന്നതാണ്. സക്സസ്ഫുള്ളായ ആളുകളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്ന മറ്റൊരു കാര്യം അവർ തങ്ങളുടെ ഇൻറ്റൻഷനിൽ, ലക്ഷ്യത്തിൽ ഹൈപ്പർ ഫോക്കസ് ചെയ്യുന്നുവെന്നതും ഡിസ്ട്രാക്ഷനെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്നതുമാണ്. മറ്റുള്ളവരാകട്ടെ ഹൈപ്പർ ഫോക്കസ് ചെയ്യുന്നത് ഡിസ്ട്രാക്ഷനിലും അവഗണിക്കുന്നത് ഇൻറ്റൻഷനിലുമാണ്. ഇൻറ്റൻഷൻ എന്നത് സൂചിയെ എനിക്ക് അനുകൂലമായി എൻ്റെ പർപ്പസിലേക്ക് എന്നെ നയിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനെതിരായിട്ടുള്ളതെല്ലാം ഡിസ്ട്രാക്ഷനാണ്. അങ്ങനെ എത്ര ഇൻറ്റൻഷനൽ ആകുന്നുവോ അത്രയധികം ഞാൻ എൻ്റെ തന്നെ ബെസ്റ്റ് വേർഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വയം ആകാതെ കുറെ ചെയ്യുന്നത് നിരാശയിലേക്ക് നയിക്കുന്നു, കൺഫ്യൂഷനിലേക്ക് നയിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. കാരണം പലരും കരുതുന്നത് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പരിഹാരം എന്നതാണ്. പകരം ചെയ്യുന്ന കാര്യം ചെയ്യാൻ പര്യാപ്തമായ ഒരു വ്യക്തിയായി മാറാൻ ശ്രമിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഐഡന്റിറ്റിയിൽ മികച്ചതായി മാറിക്കൊണ്ട് പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോൾ അവിടെ പല തടസ്സങ്ങളും കടന്നു വരുവാനുള്ള സാധ്യത ഏറെയാണ്. ഇങ്ങനെ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ റിഫൈൻ ചെയ്യുക, അപ്രോച്ചിൽ മാറ്റം കൊണ്ടുവരിക എന്നതാണ്. ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്തു വരുമ്പോൾ ബി ഡു ഹാവിലെ ഹാവിൽ ചലനങ്ങൾ സംഭവിക്കാൻ ആരംഭിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
നമ്മളിലേക്ക് എത്തിച്ചേരാൻ ആരംഭിക്കുന്നുവെന്ന് മൈറൻ ഗോൾഡൻ പറയുന്നു.